ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ. പ്രധാന വാർത്തകൾ. വയനാട് ഉരുൾപൊട്ടലുണ്ടായ പ്രദേശങ്ങളിൽ രക്ഷാപ്രവർത്തനം അവസാന ഘട്ടത്തിലേക്ക്. പുതിയ ടൌൺഷിപ്പ് നിർമ്മിച്ച് സമഗ്ര പുനരധിവാസം സാധ്യമാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മുണ്ടക്കൈയിലും പുഞ്ചിരിമട്ടത്തും രക്ഷാപ്രവർത്തനം 5ാം ദിനവും ഊർജിതം. ചാലിയാറിൽ തിരച്ചിൽ പുരോഗമിക്കുന്നു. ഉരുൾപൊട്ടലിൽ അനാഥരായവർ ഒറ്റയ്ക്കാവില്ലെന്നും പുനരധിവാസം സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്നും റവന്യൂ മന്ത്രി കെ രാജൻ. 6 സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചുകിടക്കുന്ന പശ്ചിമഘട്ടത്തിലെ 56,800 ചതുരശ്ര കിലോമീറ്റർ പരിസ്ഥിതിലോല പ്രദേശമായി പ്രഖ്യാപിക്കുന്നതിന് മുന്നോടിയായി കേന്ദ്രം പുതിയ കരട് വിജ്ഞാപനം പുറപ്പെടുവിച്ചു. പിതൃപുണ്യമായി ഇന്ന് കർക്കടക വാവുബലി. സംസ്ഥാനമെമ്പാടുമുള്ള ബലിതർപ്പണ കേന്ദ്രങ്ങളിലും ക്ഷേത്രങ്ങളിലും പിതൃതർപ്പണം പുരോഗമിക്കുന്നു. പാരീസ് ഒളിമ്പിക്സിൽ വനിതകളുടെ 25 മീറ്റർ പിസ്റ്റൾ ഫൈനലിൽ മനു ഭാക്കർ അല്പസമയത്തിനകം മത്സരിക്കും. വാർത്തകൾ വിശദമായി. വയനാട് ഉരുൾപൊട്ടലുണ്ടായ പ്രദേശങ്ങളിൽ രക്ഷാപ്രവർത്തനം അവസാന ഘട്ടത്തിലേക്കെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അത്യാധുനിക റഡാർ സംവിധാനം ഉടനെത്തുമെന്നും മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കുടുങ്ങിക്കിടക്കുന്ന മുഴുവൻ പേരെയും രക്ഷപ്പെടുത്തും. വെള്ളാർമല സ്കൂൾ പ്രവർത്തനക്ഷമമാകും വരെ ബദൽ സംവിധാനം ഏർപ്പെടുത്തും. പുതിയ ടൌൺഷിപ്പ് നിർമ്മിച്ച് സമഗ്ര പുനരധിവാസം സാധ്യമാക്കുമെന്നും ശ്രീ പിണറായി വിജയൻ വ്യക്തമാക്കി. മുഖ്യമന്ത്രിയുടെ വാക്കുകളിലേക്ക്. ദുരന്തത്തിൽ നിന്നും രക്ഷപ്പെട്ടവരുടെ പുനരധിവാസം മികച്ച രീതിയിൽ നടത്താനാവണം എന്നാണ് ആലോചിച്ചിട്ടുള്ളത്. വലിയ അധ്വാനവും മികച്ച ആസൂത്രണവും അനിവാര്യമായ ഈ ഉദ്യമം അതിവേഗം പൂർത്തിയാക്കേണ്ടതുണ്ട്. ഒരു വലിയ ജനവാസ മേഖലയാണ് മറഞ്ഞുപോയത്. അതിനു പകരം കൂടുതൽ സുരക്ഷിതമായ മറ്റൊരു പ്രദേശം കണ്ടെത്തി അവിടെ ഒരു ടൗൺഷിപ്പ് തന്നെ നിർമ്മിക്കാനാണ് ലക്ഷ്യമിടുന്നത്. അതിനാവശ്യമായ ചർച്ചകൾ ഭരണതലത്തിൽ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഏറ്റവും മാതൃകാപരമായ രീതിയിൽ ഈ പുനരധിവാസ പദ്ധതി അതിവേഗം പൂർത്തിയാക്കാൻ ലഭ്യമായ എല്ലാ സൗകര്യങ്ങളും ഉപയോഗിച്ച് പ്രവർത്തിക്കും. വയനാട്ടിൽ ഉരുൾപൊട്ടലുണ്ടായ ചൂരൽമലയിലും മുണ്ടക്കൈയിലും രക്ഷാപ്രവർത്തനം 5ാം ദിനവും ഊർജിതം. മണ്ണിനും കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിലും കുടുങ്ങിക്കിടക്കുന്നവരെ കണ്ടെത്തുന്നതിന് യന്ത്രോപകരണങ്ങളും അത്യാധുനിക സെൻസറുകളും വിന്യസിച്ചുകൊണ്ടുള്ള തിരച്ചിലാണ് നടക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്. 5ാം ദിവസത്തെ ദൗത്യം രാവിലെ 7 മണിക്ക് ആരംഭിച്ചു. 6 സോണുകൾ കേന്ദ്രീകരിച്ചാണ് തിരച്ചിൽ നടക്കുന്നത്. ചൂരൽമല, മുണ്ടക്കയം, സ്കൂൾ റോഡ്, വില്ലേജ് റോഡ്, ഒപ്പം ചാലിയാർ മേഖലകൾ എന്നിവ കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും ഇന്ന് തിരച്ചിൽ നടക്കുന്നത്. ഇന്ന് രാവിലെ മുതൽ തന്നെ തെളിഞ്ഞ കാലാവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ തിരച്ചിൽ പുരോഗമിക്കുന്നുണ്ട്. ഇനിയും 200-ലധികം പേരെ കണ്ടെത്താനായുണ്ട്. പ്രധാനമായും വലിയ പാറക്കെട്ടുകളും മരങ്ങളും അടിഞ്ഞ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചാണ് തിരച്ചിൽ നടത്തുന്നത്. ദുരന്തത്തിൽ 215 മരണങ്ങൾ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. ഇതിൽ 148 പേരെ ബന്ധുക്കൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. 143 ശരീരഭാഗങ്ങളും കണ്ടെത്തി. മരണസംഖ്യ 300 കടന്നതായാണ് ദുരന്ത മേഖലയിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ. വയനാട്ടിൽ നാശം വിതച്ച ഉരുൾപൊട്ടലിൽ അനാഥരായവർ ഒറ്റയ്ക്കാവില്ലെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. പുനരധിവാസം സമയബന്ധിതമായി പൂർത്തിയാക്കും. ആദ്യ ദിനങ്ങളിൽ രക്ഷാപ്രവർത്തനത്തിനായിരുന്നു മുൻഗണന. 3ാം ദിവസം ബെയിലി പാല നിർമ്മാണത്തിന് മുൻഗണന നൽകി. ഇന്നലെ വിവിധ സംഘങ്ങളായി തിരിഞ്ഞ് കൃത്യമായ പരിശോധന നടത്തി. ഒറ്റപ്പെട്ട് കിടക്കുന്ന കെട്ടിടങ്ങൾ പൊളിച്ച് പരിശോധിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അവയവങ്ങൾ സംസ്കരിക്കാൻ 9 ഏക്കർ പ്രത്യേകമായി കണ്ടെത്തിയിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. ഉരുൾപൊട്ടൽ നാശം വിതച്ച വയനാടിന് ആശ്വാസമേകാൻ നടൻ മോഹൻലാൽ എത്തി. ലഫ്റ്റനന്റ് കേണൽ കൂടിയായ മോഹൻലാലിനെ മേപ്പാടിയിൽ സൈന്യം സ്വീകരിച്ചു. സൈനിക യൂണിഫോമിലാണ് മോഹൻലാൽ എത്തിയത്. ഉരുൾപൊട്ടൽ ഏറെ ബാധിച്ച മുണ്ടക്കൈ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ അദ്ദേഹം സന്ദർശിച്ചു. വിശ്വശാന്തി ഫൌണ്ടേഷന്റെ നേതൃത്വത്തിൽ ചൂരൽമലയെ പുനരുദ്ധരിക്കാൻ 3 കോടി രൂപയുടെ പദ്ധതികൾ തയ്യാറാക്കുമെന്ന് മോഹൻലാൽ പറഞ്ഞു. ഒപ്പം മുണ്ടക്കൈ UP സ്കൂൾ പുനർനിർമ്മിച്ച് നൽകുമെന്നും അദ്ദേഹം അറിയിച്ചു. ചൂരൽമല, മുണ്ടക്കൈ ഉൾപ്പെടുന്ന ദുരന്ത പ്രദേശങ്ങളിലേക്ക് പാകം ചെയ്ത ഭക്ഷണങ്ങളോ ഭക്ഷണ പദാർത്ഥങ്ങളോ കൊണ്ടുവരേണ്ടതില്ലെന്ന് ജില്ലാ കളക്ടർ DR മേഘശ്രീ അറിയിച്ചു. അപകട സാധ്യത നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഈ നിയന്ത്രണം. 6 സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചുകിടക്കുന്ന പശ്ചിമഘട്ട മലനിരകളിലെ 56,800 ചതുരശ്ര കിലോമീറ്റർ പരിസ്ഥിതിലോല പ്രദേശമായി പ്രഖ്യാപിക്കുന്നതിന് മുന്നോടിയായി പുതിയ കരട് വിജ്ഞാപനം പുറപ്പെടുവിച്ചു.
കേരളം, തമിഴ്നാട്, കർണാടക, ഗോവ, മഹാരാഷ്ട്ര, ഗുജറാത്ത് സംസ്ഥാനങ്ങളിലെ പ്രദേശങ്ങൾ കേന്ദ്ര വിജ്ഞാപനത്തിൽ ഉൾപ്പെടുന്നു. ഇത് സംബന്ധിച്ച് പൊതുജനങ്ങൾക്കുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും 60 ദിവസത്തിനകം സർക്കാരിനെ അറിയിക്കാം. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ESZ-MEF@nic.in എന്ന വിലാസത്തിൽ ഇമെയിൽ ചെയ്യാവുന്നതാണ്. പരിസ്ഥിതിലോല പ്രദേശമായി പ്രഖ്യാപിക്കുന്നതോടെ വൻതോതിലുള്ള അടിസ്ഥാന സൌകര്യ വികസനം, ഖനനം തുടങ്ങിയ സാമ്പത്തിക പ്രവർത്തനങ്ങൾക്ക് നിയന്ത്രണമുണ്ടാകും. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്ന് 6:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആഗോള ഭക്ഷ്യസുരക്ഷയും പോഷകാഹാര സുരക്ഷയും ഉറപ്പാക്കാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭക്ഷ്യമിച്ച രാജ്യമാണ് ഇന്ത്യയെന്നും കർഷകരുടെ ജീവിതം മെച്ചപ്പെടുത്താനുള്ള പരിഷ്കാരങ്ങളുമായി രാജ്യം മുന്നേറുകയാണെന്നും അന്താരാഷ്ട്ര കാർഷിക സാമ്പത്തിക വിദഗ്ധരുടെ 32ാമത് യോഗത്തെ അഭിസംബോധന ചെയ്യവേ പ്രധാനമന്ത്രി പറഞ്ഞു. കിസാൻ സമ്മാൻ നിധിക്ക് കീഴിൽ 10 കോടി കർഷകരുടെ ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് നേരിട്ട് പണമെത്തുന്നു. ജൈവ കൃഷിയും സുസ്ഥിര കൃഷിയും പ്രോത്സാഹിപ്പിക്കാനാണ് കേന്ദ്ര ബജറ്റ് മുൻഗണന നൽകുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ചെറുധാന്യങ്ങൾ, പാൽ, പയർവർഗ്ഗങ്ങൾ, സുഗന്ധവ്യഞ്ജനങ്ങൾ എന്നിവയുടെ ഏറ്റവും വലിയ ഉൽപ്പാദകരാണ് ഇന്ത്യയെന്ന് ശ്രീ മോദി കൂട്ടിച്ചേർത്തു. ഇന്ന് കർക്കടക വാവ്. തിരുവനന്തപുരം ജില്ലയിലെ 8 ആലുവ, മണപ്പുറം, പത്തനംതിട്ടയിലെ തൃപ്പാറ മഹാദേവ ക്ഷേത്രം, വലഞ്ചുഴി ദേവീക്ഷേത്രം, ആറന്മുള ക്ഷേത്രക്കടവ്, കൊല്ലം ജില്ലയിലെ തിരുമുല്ലവാരം, മുണ്ടക്കൽ പാപനാശം, അഷ്ടമുടി ത്രിവേണി സംഗമം, കണ്ണൂർ തളാപ്പ് സുന്ദരക്ഷേത്രം, തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രം, പയ്യാമ്പലം കടപ്പുറം, തലായി കടപ്പുറം, മുഴുപ്പിലങ്ങാട് ഡ്രൈവിൻ ബീച്ച് തുടങ്ങിയ പ്രധാന കേന്ദ്രങ്ങളിലും ബലിതർപ്പണ ചടങ്ങുകൾ രാവിലെ മുതൽ തന്നെ ആരംഭിച്ചു. മോശം കാലാവസ്ഥയുടെ പശ്ചാത്തലത്തിൽ ബലിതർപ്പണ കേന്ദ്രങ്ങളിലും സ്നാനഘട്ടങ്ങളിലും സുരക്ഷിതമായ ബലിതർപ്പണം നടത്തുന്നതിനുള്ള എല്ലാവിധ സജ്ജീകരണങ്ങളും നേരത്തെ തന്നെ ഒരുക്കിയിരുന്നു. പലയിടങ്ങളിലും വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. ബലിതർപ്പണത്തിനുള്ള തിരക്ക് നിയന്ത്രിക്കുന്നതിനായി കൊച്ചി മെട്രോയും KSRTCയും അധിക സർവീസ് നടത്തിയിരുന്നു. അമാവാസി 2 ദിവസങ്ങളിലായതിനാൽ ചിലയിടങ്ങളിൽ നാളെയാണ് വാവുബലി. കർക്കടക വാവുബലിയുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ ബലിതർപ്പണ ചടങ്ങുകൾ നടന്നു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്. തിരുവല്ലം, വർക്കല, ശംഖുമുഖം, അരുവിക്കര, അരുവിപ്പുറം തുടങ്ങി 8 ഇടങ്ങളിലായാണ് തിരുവനന്തപുരം ജില്ലയിലെ ബലിതർപ്പണ ചടങ്ങുകൾ നടന്നത്. ജില്ലയിലെ പ്രധാന ബലിതർപ്പണ കേന്ദ്രമായ തിരുവല്ലം പരശുരാമസ്വാമി ക്ഷേത്രത്തിൽ പുലർച്ചെ 2 മണി മുതൽ ബലിതർപ്പണ ചടങ്ങുകൾ നടന്നു. ഒരേ സമയം 3500 പേർക്ക് ബലിതർപ്പണം ചെയ്യാനുള്ള സൗകര്യം ഇവിടെ ഒരുക്കിയിരുന്നു. 25 പുരോഹിതരാണ് 9 ബലിമണ്ഡപങ്ങളിലായി കർമ്മങ്ങൾ നടത്തിയത്. മറ്റൊരു പ്രധാന ബലിതർപ്പണ കേന്ദ്രമായ വർക്കല പാപനാശത്ത് ആയിരങ്ങൾ ബലിതർപ്പണ കർമ്മങ്ങൾ ചെയ്യാനെത്തി. പാപനാശത്തെ ബലിമണ്ഡപത്തിലും സമീപത്തെ പന്തലിലുമായി ഒരേ സമയം 300 പേർക്ക് ബലിയിടാനുള്ള സൗകര്യം ഒരുക്കിയിരുന്നു. ജനാർദ്ദന സ്വാമി ക്ഷേത്രത്തിലും ബലിമണ്ഡപത്തിലും തിലഹോമത്തിനും പ്രസാദ വിതരണത്തിനും പ്രത്യേക കൗണ്ടറുകൾ തുറന്നിരുന്നു. എല്ലാ ബലിതർപ്പണ കേന്ദ്രങ്ങളിലും വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഭക്തർക്കായി ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ ഒരുക്കിയിരുന്നത്. ന്യൂനമർദ്ദ പാത്തിയുടെ സ്വാധീനത്താൽ കേരള തീരം മുതൽ തെക്കൻ ഗുജറാത്ത് തീരം വരെ ഇന്നും നാളെയും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്നും നാളെയും മറ്റന്നാളും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. ഉരുൾപൊട്ടൽ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ജനങ്ങൾ മാറി താമസിക്കണമെന്നും നിർദ്ദേശമുണ്ട്. കർണാടക തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കേരള, തമിഴ്നാട് തീരങ്ങളിൽ നാളെ രാത്രി വരെ ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുള്ളതിനാൽ തീരദേശവാസികൾ ജാഗ്രത പുലർത്തണം. പാരീസ് ഒളിമ്പിക്സിൽ ഇന്ന് ഷൂട്ടിംഗ്, അമ്പെയ്ത്ത്, ബോക്സിംഗ്, തുഴച്ചിൽ, ഗോൾഫ് എന്നീ ഇനങ്ങളിൽ ഇന്ത്യൻ താരങ്ങൾ മത്സരത്തിനിറങ്ങും. ഷൂട്ടിംഗിൽ വനിതകളുടെ 25 മീറ്റർ പിസ്റ്റൾ ഫൈനലിൽ മനു ഭാക്കർ അല്പസമയത്തിനകം മത്സരിക്കും. അമ്പെയ്ത്തിൽ വനിതകളുടെ വിഭാഗത്തിൽ ഇന്ത്യയുടെ ദീപിക കുമാരി ജർമ്മൻ താരവുമായി ഏറ്റുമുട്ടും. അമ്പെയ്ത്ത് 16ാം റൌണ്ടിൽ ഭജൻ കൌർ ഇന്നിറങ്ങും. ബോക്സിംഗിൽ പുരുഷന്മാരുടെ 71 കിലോ വിഭാഗത്തിൽ ഇന്ത്യയുടെ മെഡൽ പ്രതീക്ഷയായ നിഷാന്ത് ദേവ് മെക്സിക്കൻ താരവുമായി ഏറ്റുമുട്ടും. ഗോൾഫിൽ ശുഭാങ്കർ ശർമ്മ, ജഗൻജീത് ഭുല്ലർ എന്നിവർ 3ാം റൌണ്ടിനായി മത്സരിക്കും. തുഴച്ചിലിൽ നേത്ര കുമാരനും വിഷ്ണു ശരവണനും ഇന്ന് മത്സരരംഗത്തുണ്ട്. ബഹുഭാഷാ പണ്ഡിതനും കവിയും വിവർത്തകനുമായ പ്രൊഫസർ CG രാജഗോപാലിന്റെ നിര്യാണത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുശോചിച്ചു. 26,152 വരികളും 46 സംസ്കൃത ശ്ലോകങ്ങളുമുള്ള തുളസീദാസ രാമായണത്തിന്റെ തർജിമ 5.5 കൊല്ലം കൊണ്ടാണ് അദ്ദേഹം പൂർത്തിയാക്കിയതെന്ന് മുഖ്യമന്ത്രി അനുസ്മരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. വയനാട് ഉരുൾപൊട്ടലുണ്ടായ പ്രദേശങ്ങളിൽ രക്ഷാപ്രവർത്തനം അവസാന ഘട്ടത്തിലേക്ക്. പുതിയ ടൌൺഷിപ്പ് നിർമ്മിച്ച് സമഗ്ര പുനരധിവാസം സാധ്യമാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മുണ്ടക്കൈയിലും പുഞ്ചിരിമട്ടത്തും രക്ഷാപ്രവർത്തനം 5ാം ദിനവും ഊർജിതം. ചാലിയാറിൽ തിരച്ചിൽ പുരോഗമിക്കുന്നു. ഉരുൾപൊട്ടലിൽ അനാഥരായവർ ഒറ്റയ്ക്കാവില്ലെന്നും പുനരധിവാസം സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്നും റവന്യൂ മന്ത്രി കെ രാജൻ.
6 സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന പശ്ചിമഘട്ടത്തിലെ 56,800 ചതുരശ്ര കിലോമീറ്റർ പരിസ്ഥിതിലോല പ്രദേശമായി പ്രഖ്യാപിക്കുന്നതിന് മുന്നോടിയായി കേന്ദ്രം പുതിയ കരട് വിജ്ഞാപനം പുറപ്പെടുവിച്ചു. പിതൃപുണ്യമായി ഇന്ന് കർക്കടക വാവുബലി. സംസ്ഥാനമെമ്പാടുമുള്ള ബലിതർപ്പണ കേന്ദ്രങ്ങളിലും ക്ഷേത്രങ്ങളിലും പിതൃതർപ്പണം പുരോഗമിക്കുന്നു. പാരീസ് ഒളിമ്പിക്സിൽ വനിതകളുടെ 25 മീറ്റർ പിസ്റ്റൾ ഫൈനലിൽ മനു ഭാക്കർ അല്പസമയത്തിനകം മത്സരിക്കും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.